പ്രിയ സഹോദരി സഹോദരങ്ങളെ, വലിയ സന്തോഷത്തിന്റെ അവസരമാണിത്. ഒരു സുദീർഘമായ 50 വർഷക്കാലം ഈശോയുടെ നാമത്തിൽ വിശുദ്ധമായി ജീവിക്കാൻ സാധിച്ച ജോസിയേട്ടന്റെയും പെണ്ണമ്മ ചേച്ചിയുടെയും വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുന്ദര നിമിഷം. ഇന്നിവിടെ ദിവ്യബലി അർപ്പിക്കുവാൻ എത്തിയിരിക്കുക പെണ്ണമ്മ ചേച്ചിയുടെ തന്നെ പ്രിയപ്പെട്ട സഹോദരൻ യേശുവിനുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്രാഹം തോടിപ്പാറയച്ചനുണ്ട്. ബഹുമാനപ്പെട്ട ആന്റണി ആനക്കല്ല് മനോഹരമായി ദേവാലയ നിർമ്മാണത്തിന്റെ പിന്നിൽ അഹോരാത്രം അധ്വാനിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത അച്ഛനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട തോമസ് തിരുവൂന്നലച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് ചെറിയലച്ഛനും ജോൺ മുല്ലക്കലെ അച്ഛനും അപ്പുറത്തുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരെയും നമുക്ക് ശക്തമായ ഒരു ഹർഷാരവത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രിയങ്കരായ 2 വ്യക്തികൾ, ജോസിയേട്ടനും പെണ്ണമ്മ ചേച്ചി. ഞാൻ ഈ കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായി ജീവിക്കുന്ന വ്യക്തികൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ പോയി. അവിടെ വെച്ച് ജോസിയേട്ടൻ വിവാഹ ജീവിതത്തെ കുറിച്ച് പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോഴെന്ന് മനസ്സിലാക്കി. ഈ 50 വർഷക്കാലമുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ പിണങ്ങിയിട്ടില്ല എന്ന് ജോസിയേട്ടൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്കിപ്പോഴും തോന്നില്ല. ഇവിടെ നിൽക്കുന്ന ജവാന്മാർ പലരും ദിവസവും പല പ്രാവശ്യം പിണങ്ങുന്നവരാണ് കുടുംബജീവിതം. പക്ഷെ ഇവർ 50 വർഷവും ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല എന്നത് ജോസിയേട്ടൻ സാക്ഷ്യപ്പെടുത്തി. ഉടനെ തന്നെ ഞാൻ പെണ്ണമ്മ ചേച്ചിയിൽ ചോദിച്ച് ജോസിയേട്ടൻ പറയുന്നത് സത്യമാണ്, എനിക്ക് വിശ്വസിക്കേണ്ടത് അച്ഛൻ സത്യമാണ് എന്ന് പെണ്ണമ്മ ചേച്ചി സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾക്ക് പൂന്തോട്ട കുടുംബത്തിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതവും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ നേടുകയാണ്. ഇതൊരു വലിയ അവസരമാണ്. ഈ അവസരത്തിൽ വളരെ വിശദമായി സംസാരിച്ചു. ഇന്ന് പലപ്പോഴും കാണുന്ന കുടുംബത്തിലെ അസ്വസ്ഥതകളൊന്നും അനുഭവിക്കാതെ 50 വർഷം ജീവിച്ചു പറയുന്നത് വലിയ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവുമാണ്. ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞ കുടുംബജീവിതമാണ് നമ്മൾ പലപ്പോഴും നാം കാണുന്നത്. ഇവർ രണ്ടുപേരും കൂടെ മാതൃഭൂമിക്ക് മാത്യുവിന്റെ സഹകരണം, മനോരമയ്ക്ക് ജോസിന്റെ റിപ്പോർട്ടിങ്. ഈ കളിപ്പട്ടിന് പ്രത്യേക ഏത് സംഭവമായ പാലക്കാടിന്റെ പേരിൽ അറിയപ്പെടുന്നത്
തീർച്ചയായും ജോസിന്റെ വോട്ടിംഗ് ഒന്നിനെ സഹായിച്ചു. തന്നെയുമല്ല എല്ലാവരോടും പുഞ്ചിരിച്ചോട് സമീപിക്കുന്ന വ്യക്തിത്വം, ആരോടും മടക്കമില്ലാതെ സന്തോഷത്തോടെ സമീപിക്കുന്ന വ്യക്തിത്വം. ഇവിടെ ഞങ്ങളുടെ അച്ഛന്മാരെ, നമ്മുടെ പഴയ അച്ഛന്മാരുടെ അച്ഛന്മാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്ന ഒറ്റ കാരണങ്ങളുള്ളൂ, ഈ ജോസ് കുടുംബം ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ ആ മഹാത്മ്യം നമുക്കുള്ള തന്നെയാണ്. തീർച്ചയായിട്ടും ഇണങ്ങി ജീവിച്ച, ദൈവത്തിന്റെ വചനം അതേപടി അനുസരിച്ച് ജീവിച്ച ഈ രണ്ട് സഹോദരങ്ങൾ നമുക്ക് വലിയ മാതൃകയാണ്. തീർച്ചയായിട്ടും ഇത് പുണ്യപ്പെട്ട് എഴുതാമെന്ന് ഞാൻ പറയും. കാരണം സാധാരണ മനുഷ്യകാലങ്ങളൊക്കെ രാവിലെ മുതൽ എന്തെങ്കിലും ജോലി കാര്യങ്ങളിൽ കാണാൻ പോകണമെന്നാണ് 52 വർഷങ്ങൾ പ്രകാരം സന്തോഷമായി, സമാധാനമായി, പരസ്പര ഉപകരണങ്ങളായി, മക്കൾക്ക് വലിയ മാതൃകയായി, ഞങ്ങളുടെ നാട്ടുകാർക്ക് എവിടെയും പോയി മാതൃകയായി ജീവിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ. തീർച്ചയായിട്ടും ബഹുമാനിക്കാൻ, സന്തോഷിക്കാം. ഇവിടെ ജീവിതത്തിൽ ഇവരുടെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം 50 വർഷങ്ങളല്ല, 50 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിരിയുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയിൽ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജോസിനും പെണ്ണമ്മയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ഒരു സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി തീരുമാനങ്ങൾ ലഭിച്ചു. ഇനിയും അത് കൂടുതലായി ലഭിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്. അവരുടെ രണ്ട് അച്ഛന്മാരും വ്യാഴാഴ്ചനും ജെയിംസ് അച്ഛനും അത്യാവശ്യം ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബന്ധപ്പെടുന്ന ആളുകളാണ്. എല്ലാവരും കൈകൊടി കൊടുക്കുക. 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തിൽ മധുരം കൈമാറുന്ന ചടങ്ങ് എത്ര മനോഹരമാണ്. ഇനി Yeah.